ഹായ്, എസ്.എൽ ടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് പലർക്കും ആഗ്രഹമുള്ള എന്നാൽ പലർക്കും പറ്റാത്തൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാർട്ട്ണറുടെ ഫീലിങ്സ് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതായത് നമുക്കൊക്കെ ആഗ്രഹമുണ്ട് പാർട്ട്ണറുടെ ഫീലിങ്സ് എല്ലാം അവർ പറയാതെ തന്നെ അറിയാൻ കഴിയണം എന്നുള്ളത്. മിക്ക ആളുകളും അവരവരുടെ പാർട്ട്നേഴ്സിൻ്റെ അടുത്ത് അവർക്ക് തോന്നുന്ന അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സ് ഒന്നും ഓപ്പൺ ആയിട്ട് പറയാത്ത ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അത് അറിയാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഇപ്പോൾ കുറേ പേര് ഇങ്ങനെ പറയാറുണ്ട്, ആൾ എന്നോട് അങ്ങനെ ഓപ്പൺ ആയിട്ട് പറയാറൊന്നുമില്ല, പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ ആൾ മൂഡ് ഓഫ് ഇരിക്കുന്നത് കാണാം, ഇടയ്ക്ക് ആൾ സംസാരിക്കുമ്പോൾ അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്, പക്ഷെ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റാറില്ല. അപ്പോൾ എങ്ങനെ ഇത് അറിയാൻ പറ്റുക എന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ പാർട്ട്ണറുടെ ഫീലിങ്സ് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ വാക്കുകളിലൂടെ മാത്രമല്ല പ്രവൃത്തിയിലൂടെയും കൂടി നമുക്കത് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ അറിയാൻ ആഗ്രഹമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അതിന് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. സോ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. ഒന്നാമത്തെ ഒരു കാര്യം ആക്റ്റീവ് ലിസണിങ് ആണ്. നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇടയിൽ കയറി സംസാരിക്കാതെ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിരിക്കാതെ അവർ പറയുന്ന കാര്യം പൂർണ്ണമായിട്ടും കേട്ടിരിക്കുക എന്നുള്ളതാണ്. മിക്ക ആളുകൾക്കും വരുന്നൊരു മിസ്റ്റേക്ക് കൂടി ഇതാണ്. നിങ്ങളങ്ങനെ നിങ്ങളുടെ പാർട്ട്ണർ സംസാരിക്കുന്ന സമയത്ത് മറ്റെന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള ഇൻട്രസ്റ്റ് പൂർണ്ണമായിട്ടും നഷ്ടമാവും. അവർക്ക് തോന്നുന്നൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ പറയുന്ന കാര്യം പോലും കേൾക്കാനുള്ള ഒരു താല്പര്യം മനസ്സ് ഇവർ കാണിക്കുന്നില്ല, പിന്നെ എന്തിനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതായിരിക്കും അവർ വിചാരിക്കുക. അപ്പോൾ അവർക്ക് ഒന്നും പറയാനുള്ള ഒരു താല്പര്യം ഉണ്ടാവില്ല എന്നുള്ളതാണ്. അത് നഷ്ടമാവാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല അവരുടെ ഫീലിങ്സ് നിങ്ങൾക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടേ മതിയാവുള്ളൂ. അവർ വാക്കുകളിലൂടെ അവരുടെ പ്രശ്നങ്ങൾ പറയുന്ന ആളായിരിക്കാം. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. മുന്നേ നടന്ന എന്തെങ്കിലും കാര്യത്തിന്റെ ആ ഒരു വിഷമം ഇപ്പോഴും ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആളുകളായിരിക്കാം. അപ്പോൾ അതൊക്കെ അവർക്ക് പറയണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അവരുടെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ, അവർക്ക് പറയാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ, അത് എന്താണെന്നുള്ളത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയാലേ അവർക്ക് ഉണ്ടാവുന്ന അവരുടെ ഫീലിങ്സ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. സോ ആക്റ്റീവ് ലിസണിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടിരിക്കുക എന്നുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഡെയിലി നമ്മുടെ ലൈഫിൽ കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. സോ നിങ്ങളിവിടെ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ അവരുടെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതായത് നിനക്ക് ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു, എങ്ങനെ തോന്നി എന്നുള്ള കാര്യം ചോദിക്കാം. അത് ആ ഒരു ദിവസത്തിൽ അവർക്ക് ഉണ്ടായിട്ടുള്ള ഫീലിങ്സ് പറയാൻ സാധ്യതയുണ്ട്. മേ ബി ചിലപ്പോൾ ആരെങ്കിലും അവർ ഹേർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുള്ള ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അങ്ങനെ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ആളത് ഓപ്പൺ ആയിട്ട് പറയും. ഇനി അഥവാ ആള് കുറച്ചൊന്ന് സാഡായിട്ടിരിക്കുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തു എന്നുണ്ടെങ്കിൽ എന്താണ് നിന്റെ പ്രശ്നം എന്ന് ചോദിക്കണ്ട. അങ്ങനെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവർ പറയണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചോദിക്കുക, ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു, അതായത് എന്തൊക്കെയാണ് സംഭവിച്ചെന്നുള്ള കാര്യം അത് നിങ്ങൾ അവരുടെ അടുത്ത് ചോദിക്കാം. അങ്ങനെ ചോദിക്കുമ്പോൾ അവർ ആ ഒരു ദിവസം ഉണ്ടായ കാര്യങ്ങൾ പറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഓക്കെ ആള് മൂഡ് ഓഫിലാണോ, ആള് ഓക്കെ ആണോ എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാൻ പറ്റും എന്നുള്ളതാണ്. മാത്രമല്ല അവരുടെ അടുത്ത് ഇങ്ങനെ നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് അവർക്ക് പിന്നെ ഡെയിലി നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനും അവരുടെ ലൈഫിലുണ്ടായ ഓരോ കാര്യങ്ങൾ പറയാനുമുള്ള ആഗ്രഹം അതുപോലെ താല്പര്യം കൂടുകയാണ് ചെയ്യുക. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ചുകൂടി സ്ട്രോങ് ആക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളിങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുക കൂടി ചെയ്യുക എന്നുള്ളതാണ്. അതായത് അവരുടെ ഓരോ കാര്യങ്ങളും ചോദിച്ചറിയാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അവർ ഓരോ കാര്യങ്ങൾ പറയും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അവരെ മനസ്സിലാക്കാൻ പറ്റും. മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നമ്മൾ അവരുടെ വാക്കുകളിലൂടെ അവരുടെ വിഷമം മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അതേപോലെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രവൃത്തി എന്നുള്ളതാണ്. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ബോഡി ലാംഗ്വേജ് നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അവർ എന്തെങ്കിലുമൊക്കെ പറയുന്ന സമയത്ത് അവരുടെ മുഖഭാവം ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ അവർ ജസ്റ്റ് ചുമ്മാ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അവരെന്തെങ്കിലും വേറെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലും അവരുടെ ഫേസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. ആൾ ഭയങ്കര സാഡിലാണെന്നുണ്ടെങ്കിൽ മുഖത്ത് ചിരി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമുക്കത് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ദേഷ്യമാണെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഫേസിൽ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ അറിയാൻ പറ്റും. ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ എന്ത് കാര്യം ചെയ്യുന്ന സമയത്തും ചെറിയൊരു സ്മൈൽ ഫേസിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ അവരുടെ മുഖഭാവം നോക്കിക്കൊണ്ടും അവർ സംസാരിക്കുന്ന സമയത്ത് അവരുടെ വോയിസിലുള്ള ചേഞ്ച് അത് നോക്കിക്കൊണ്ടും നമുക്കറിയാൻ പറ്റും. വളരെ പതിഞ്ഞ സൗണ്ടിലാണ് അവർ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് വിഷമമുണ്ട് എന്നുള്ളതാണ് അർത്ഥം. നേരെ മറിച്ച് അത്യാവശ്യം നല്ല സൗണ്ടിൽ സംസാരിക്കുകയാണ്, ഭയങ്കര ചിരിച്ചുകൊണ്ട് ആൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾ ഭയങ്കര ഹാപ്പി ആണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ആളുടെ സൗണ്ട് അല്ലെങ്കിൽ ആൾ സംസാരിക്കുന്ന രീതി നോക്കിക്കൊണ്ടും നമുക്കറിയാൻ പറ്റും. അങ്ങനെ ആളുടെ പ്രവൃത്തികൾ നോക്കിക്കൊണ്ട് ആളുടെ ബോഡി ലാംഗ്വേജ് നോക്കിക്കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നാലാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ചസ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതായത് നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് എന്ന് വിചാരിക്കാം. ആ ആൾ പെട്ടെന്ന് സൈലന്റ് ആയി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട് എന്നുള്ളത്. അതേപോലെ
തീരെ സംസാരിക്കാത്ത, കുറച്ചൊക്കെ ഒന്ന് സംസാരത്തിൽ പുറകിലായിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ആൾ പെട്ടെന്ന് നന്നായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും യെസ് ആൾ ഭയങ്കര ഹാപ്പിയാണ് എന്നുള്ളത്. അങ്ങനെ ആളുടെ സാധാരണ എങ്ങനെയാണ് ആളുടെ പെരുമാറ്റം, അതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ആൾ പെരുമാറുന്നുണ്ടെങ്കിലും നമുക്ക് അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ ചെറിയ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. ഒരിക്കലും ഒരൊറ്റ കാര്യം വെച്ചുകൊണ്ട് നമുക്ക് അവരുടെ ഉള്ളിൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റില്ല. അതായത് ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ഒരാൾ പെട്ടെന്ന് സൈലന്റ് ആയി കഴിയുമ്പോൾ ചെറിയ രീതിയിൽ എന്തോ വിഷമമുണ്ടെന്ന് തോന്നുന്നു എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അതിന്റെ കൂട്ടത്തിൽ തന്നെ ആളുടെ ബോഡി ലാംഗ്വേജ് നോക്കുക, അതേപോലെ തന്നെ ആൾ സംസാരിക്കുമ്പോൾ ആളെങ്ങനെയാണ്, എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും യെസ് ആൾക്ക് പ്രശ്നമുണ്ടോ ഇല്ലേ എന്നുള്ളത്. അതേപോലെ തന്നെ ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധയോടുകൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പലതും മനസ്സിലാക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് അവർക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങൾ അതുകൂടി നോക്കിയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും യെസ് അവരുടെ ഫീലിങ്സ് എന്താണ് എന്നുള്ളത്. കൃത്യമായിട്ടല്ല, എന്നാലും ഏകദേശ ധാരണ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. ഇനി ലാസ്റ്റ് പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ അസംപ്ഷൻ ഒഴിവാക്കുക എന്നുള്ളതാണ്. അതായത് അവരെന്തെങ്കിലും കാര്യം പറയുന്ന സമയത്ത് നിങ്ങളിങ്ങനെ ഊഹിക്കുകയാണ് യെസ് ഇതന്നെ ആയിരിക്കും സംഭവിച്ചത് എന്നുള്ള കാര്യം നിങ്ങൾ അവർ പറഞ്ഞു തീരുന്നതിനെ മുന്നേ ഊഹിക്കാനോ, അതല്ലെങ്കിൽ അവർക്കിപ്പോൾ ചെറിയൊരു വിഷമം ഉണ്ടെന്ന് മനസ്സിലാവുന്ന സമയത്തും നിങ്ങൾ പലതും ഊഹിച്ച് ചിന്തിച്ചെടുക്കുന്ന ഒരു രീതി നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മാറ്റാം. അതിന് പകരം നിങ്ങൾ ഡയറക്റ്റായിട്ട് അവരോട് ചോദിക്കുക എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. അതാണ് കൂടുതൽ നന്നായിരിക്കാം. അതേപോലെ അവർ പറയുന്ന അവരുടെ വിഷമം, അവരുടെ ഫീലിങ്സ് എന്തായാലും അതിന് നിങ്ങൾ കറക്റ്റായിട്ടുള്ള വാല്യൂ കൊടുക്കുക എന്നുള്ളതാണ്. അതല്ലാതെ ഒരിക്കലും അതിനെ കുറച്ച് കാണരുത്, അതിനത്രയും തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അവരങ്ങനെ എന്തെങ്കിലും ഫീലിങ്സ് അല്ലെങ്കിൽ വിഷമമോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവരുടേതായിട്ടുള്ള ആ ഒരു ഫീലിങ്സ് അത് അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു വാല്യൂ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പ്രശ്നം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിനെ ചെറുതായി കാണരുത്. ഓക്കെ നമുക്ക് റെഡിയാക്കാം, ഞാനുണ്ടല്ലോ കൂടെ, ഈ രീതിയിൽ വേണം നിങ്ങൾ പറയാനായിട്ട്. അപ്പോൾ കൂടുതൽ അവർ ഓപ്പൺ ആവാൻ സാധ്യതയുണ്ട്, കുറേ കാര്യങ്ങൾ തുറന്നു പറയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ തുറന്നു പറയാനുള്ളൊരു പ്രവണത ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് അവർക്കൊരു സേഫ് ആയിട്ടുള്ള ഒരു ഫീൽ നിങ്ങൾ കൊടുക്കണം. അവരെന്തെങ്കിലും പറയുന്ന സമയത്ത് നിങ്ങളത് കൃത്യമായി കേട്ടിരിക്കാനും നല്ല കൃത്യമായിട്ടുള്ള വാല്യൂ കൊടുക്കാൻ ശ്രമിക്കുക. ഒരിക്കലും നിങ്ങൾ ഒരു ജഡ്ജ്മെന്റോട് കൂടി കേൾക്കാനോ, അതേപോലെ തന്നെ നിങ്ങൾ മുൻകൂട്ടി പല കാര്യങ്ങളും ചിന്തിച്ചു വെച്ചുകൊണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കരുത്. പറയുന്നത് എന്താണോ അത് കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഒരു സേഫ് പ്ലേസ് ആണ് എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ അവരുടെ ഫീലിങ്സ് അവർ എക്സ്പ്രസ് ചെയ്യാനും അത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇതിൽ പറഞ്ഞ ഏതൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളത് എനിക്കറിയില്ല, കുറേയെങ്കിലും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് ചോദിക്കാം. അതേപോലെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ വേണമെന്ന് തോന്നുന്ന ആളുകൾക്കും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്